ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു LGS റാങ്ക് ഫയൽ റിവ്യൂ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് ആ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ളത് ടാലന്റിന്റെ റാങ്ക് ഫയൽ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഇത് 2 വോള്യൂംസിലായിട്ടാണ് വരുന്നത്. പ്രൈസ് വന്നിട്ട് 1200 ആണ് 2 ബുക്സിനും കൂടിയിട്ട്. അപ്പം ഞാനിത് ലോക്കൽ സ്റ്റോറിൽ വാങ്ങിച്ചുകൊണ്ട് ഇപ്പോൾ ഡിസ്കൗണ്ടിൽ 950 സംതിങ്ങിനാണ് കിട്ടിയത്. അതുപോലെ തന്നെ നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഇതേ ഒരു സെയിം എമൗണ്ടിൽ തന്നെയാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഡെലിവറി ചെയ്ത് കിട്ടുന്നതാണ്. പിന്നെ ഫസ്റ്റ് എല്ലാ റാങ്ക് ഫയലിലും ഉള്ളതുപോലെ തന്നെ സിലബസ്, നമ്മൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് റാങ്ക് ഫയലാണോ നമ്മുടെ കയ്യിലുള്ളത്, അപ്പോൾ ഫസ്റ്റ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തായാലും സിലബസ് തന്നെയായിരിക്കും. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊരു സിലബസിനെ കൊടുത്തിട്ടുണ്ട്. ആദ്യം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ മെയിൻ ടോപ്പിക്സ്, അതിനുള്ളിൽ വരുന്ന സബ് ടോപ്പിക്സ് എന്നുള്ള രീതിയിൽ സിലബസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വരുന്നത് ഇൻഡെക്സ് തന്നെയാണ്. അപ്പം ഞാൻ മുന്നേ ലക്ഷ്യയുടെ റാങ്ക് ഫയൽ റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം നമുക്ക് എല്ലാ ടോപ്പിക്കും, അതായത് ഒരു മെയിൻ ടോപ്പിക്കിന് അണ്ടറിൽ വരുന്ന എല്ലാ സബ് ടോപ്പിക്സിന്റെയും പക്ക പെർഫെക്റ്റ് ആയിട്ട് ഇൻഡെക്സിൽ മാർക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ട്ലി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ടൈം എന്തായാലും നമുക്ക് ലാഭിക്കാൻ പറ്റും. കാരണം നമുക്കറിയാം ഈ പ്രസന്റ് ഒരു സിനാരിയോയിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു റാങ്ക് ഫയൽ മാത്രം പഠിച്ചതുകൊണ്ട് യാതൊരു കാര്യമില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു എക്സ്ട്രാ ഒരു സോഴ്സും കൂടി എന്തായാലും റെഫർ ചെയ്യണം. ഒരു വീഡിയോ ക്ലാസ്സോ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ കോച്ചിങ്ങോ അല്ലെങ്കിൽ ഓഫ്ലൈൻ കോച്ചിങ്ങോ നമ്മൾ എടുക്കുന്നതിന്റെ കൂടെ തന്നെയാണ് നമ്മൾ ഈ റാങ്ക് ഫയലും കൊണ്ടുവന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് നമ്മൾ എടുത്ത് പഠിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ റാങ്ക് ഫയലും കൂടി വെക്കുക. അല്ലെങ്കിൽ ആ ടോപ്പിക്ക് പഠിച്ച് നമ്മൾ നോട്ട് എഴുതിയതിനു ശേഷം റാങ്ക് ഫയൽ ഒന്ന് റെഫർ ചെയ്യുക, അല്ലെങ്കിൽ നോട്ട് എഴുതുന്നതിന്റെ മുന്നേ റാങ്ക് ഫയലും കൂടി ഒന്ന് റെഫർ ചെയ്ത് നോട്ട് എഴുതുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി. അത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്നല്ല കേട്ടോ, പിന്നെ നമ്മൾ മോക്ക് ടെസ്റ്റ് കൂടി ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടെ നമ്മുടെ കയ്യിലേക്ക് വരും. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻസും കൂടി ആയിട്ട് തറോ ആകുമ്പോൾ ആ ടോപ്പിക്ക് ഫുള്ളി നമ്മൾ തറോ ആയിട്ട് കവർ ചെയ്തു നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ടോപ്പിക്സും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഇന്ത്യൻ ചരിത്രം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ, ഇതിന്റെ ഫസ്റ്റ് പേജ് നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്ത് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഓരോ ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ളത് അല്ലെ. അത് മാത്രമല്ല, നമുക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഓരോ ഇൻഫർമേഷനും ആഡ് ചെയ്തിട്ടുള്ളത്. അതിനിടയിൽ ഓരോ ടോപ്പിക് ബേസ് ചെയ്തിട്ട് നമുക്ക് കൺഫ്യൂസിങ് ഫാക്ട്സ് ആയാലും അല്ലെങ്കിൽ എക്സ്ട്രാ ഇൻഫർമേഷൻ, പിന്നെ അതുപോലെ തന്നെ ആ ടോപ്പിക് റിലേറ്റഡ് കറന്റ് അഫയേഴ്സും കൂടെ ഇതിനകത്ത് തന്നിട്ടുണ്ട്. അപ്പൊ അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ട് സ്ലോ ആയിട്ട് പേജസ് ഇങ്ങനെ മറക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോസ് ചെയ്തൊന്ന് റീഡ് ചെയ്താൽ മതി. ഇത് ക്ലിയർ ആണെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ ഈ ഒരു റാങ്ക് ഫയലിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് അവർ പറയുന്നതാണ് 3 കാര്യങ്ങളാണുള്ളത്. അതിൽ ഫസ്റ്റ് കാര്യമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ സെക്ഷൻ. അതായത് എല്ലാ എക്സാംസിന്റെ എല്ലാം പല ഇയേഴ്സിലായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുള്ള വേരിയസ് LGS എക്സാംസിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡിഫിക്കൽട്ടി ലെവൽ കുറച്ച് കൂടിയതും അതുപോലെ തന്നെ റെപ്പിറ്റേറ്റീവ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസിലെ ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി ഇവർ ഫോക്കസ് ചെയ്ത് ഈ ഒരു ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ അറിയാലോ PSCന്റെ പാറ്റേൺ എത്ര തന്നെ മാറി എന്ന് പറഞ്ഞാലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സെയിം ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതല്ല, പക്ഷേ എക്സാമിന്റെ ഒരു പാറ്റേണും ട്രെൻഡും അതുപോലെ തന്നെ റെപ്പിറ്റേറ്റീവ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടി ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതിനെ കൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഒരു അറൌണ്ട് 170+ ക്വസ്റ്റ്യൻസ് തന്നെ ഈ ഒരു സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അത് നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അടുത്തത് വരുന്നതാണ് SCRT ചോദ്യങ്ങളിലൂടെ എന്ന് പറയുന്ന ഭാഗം. അതിനകത്ത് SCRT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതും ടെക്സ്റ്റ് ബുക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. നെക്സ്റ്റ് വരുന്ന പോർഷൻ ആണ് സ്റ്റേറ്റ്മെന്റ് ചാലഞ്ച്. റീസെന്റ് കഴിഞ്ഞ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമുക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും മിനിമം ഒരു 2 to 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എങ്കിലും ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇൻക്ലൂഡഡ് ആണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ആ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫെമിലിയർ ആയിരിക്കും. പക്ഷേ ഇതെല്ലാം റീഡ് ചെയ്ത് എടുക്കാനുള്ള ഒരു ടൈം ഉണ്ടാവില്ല. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെ കാര്യത്തിൽ ടൈം മാനേജ്മെന്റ് ആണ് ഒരു മെയിൻ ഒരു പ്രോബ്ലം ആയിട്ട് കാണുന്നത്. ഈ ക്വസ്റ്റ്യൻസ് പ്ലസ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ടൈം മാനേജ്മെന്റ് ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വോള്യൂം 2 ഒന്ന് ക്ലോസ് റേഞ്ചിൽ എടുത്തു നോക്കാം. ഇവിടെ കാണുന്നത് പോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, എക്കണോമിക്, കലാ, സാഹിത്യം, സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി, ഈ സബ്ജക്ട്സ് ഒക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത് ഈ ഒരു വോള്യൂമിൽ. അത് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ ഇൻഫർമേഷനും കൊടുത്തിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ റെഫറൻസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല, കാരണം അത്രയും ഇതിനകത്ത് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ റാങ്ക് ഫയലിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത കാര്യം നടക്കില്ല. നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും അതും നമുക്ക് കിട്ടുള്ളൂ. മാത്രമല്ല നമ്മൾ പഠിച്ചു എന്നുള്ളത് നമുക്ക് തന്നെ ഒരു ക്ലിയർ പിക്ചറോടുകൂടി മനസ്സിലാക്കാനും അതുവഴി സാധിക്കും. ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ്രവ്യവും പിണ്ഡവും, ഇത് റീഡ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. കൂടാതെ പിക്ചറൈസേഷനും കൂടി തരുന്ന സമയത്ത് നമുക്ക് ആ ടോപ്പിക് വളരെ
ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും അത് ഹെൽപ്പ് ചെയ്യും. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സെക്ഷനാണ് ആനുകാലികം എന്ന് പറയുന്നത്. 10 മാർക്കിനാണ് ഒരു സെക്ഷൻ വരുന്നത്. അപ്പൊ നമ്മൾ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നത് കൂടി ഈ അവാർഡ്സും കാര്യങ്ങളും ഈ ബുക്കും കൂടി റെഫർ ചെയ്താൽ നമുക്ക് കറന്റ് അഫയേഴ്സിന്റെ ആ ഒരു ഏരിയ പക്കയായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. കാരണം കറന്റ് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ വാസ്റ്റ് ആയിട്ട് കിടക്കാൻ ഡെയിലി അതിങ്ങനെ അതിനൊരു ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഫുൾ മാർക്സ് ഒബ്റ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചധികം ഡിഫിക്കൽട്ട് ആയിട്ടൊരു കാര്യമാണ്. പക്ഷേ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയ. നൊബേൽ പ്രൈസ്, പിന്നെ അതുപോലെ തന്നെ ബാഫ്റ്റ ആണെങ്കിലും ഗ്രാമി ആണെങ്കിലും ഓസ്കാർ ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാഹിത്യ പുരസ്കാരങ്ങളാണെങ്കിലും അത് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും അതിനപ്പുറത്തേക്ക് ചോദ്യങ്ങൾ ചോദിക്കാനില്ല. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുന്നുണ്ട്, എന്നാൽ പോലും ആ ഒരു ഏരിയ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ ഈ ഒരു ബുക്ക് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസിന്റെ പേജ് ഒക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും സെക്ഷൻ വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് റീഡ് ചെയ്ത് നോക്കാലോ എന്നുള്ളതിലാണ് കേട്ടോ. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിലിംഗ്സ് ഒന്നും പിന്നെ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്ലോക്ക് എന്നുള്ളൊരു ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ ജസ്റ്റ് റീഡ് ചെയ്തൊക്കെ മനസ്സിലാവും. ആ ഒരു ക്ലോക്കിൽ SCRTയും പിന്നെ അതുപോലെ തന്നെ മാത്സിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ ആ ചാപ്റ്റർ ബേസ് ചെയ്ത് മെയിൻ പോയിന്റ്സും പിന്നെ ഫോർമുലാസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു സെക്ഷനാണ്. അപ്പോൾ നമുക്ക് അറിയാം മാത്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു നോട്ട് റെഫർ ചെയ്തുകൊണ്ടൊന്നും ആവില്ല, അത് വർക്ക്ഔട്ട് തന്നെ ചെയ്യണം. മാത്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോ ക്ലാസ് കണ്ടിട്ട് നമുക്ക് കൺവീനിയൻസിനനുസരിച്ച് ഏതാണോ കണ്ട് നോക്കിയിട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇതൊക്കെയാണ് ഈ റാങ്ക് ഫയലിലുള്ളത്. LGS മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള സിലബസ് കവർ ചെയ്യുന്ന റാങ്ക് ഫയലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇത് തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഇനി അല്ല ഡിഗ്രി ലെവലിനും കൂടെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡിഗ്രി ലെവൽ മെയിൻസ് ആൻഡ് പ്രിലിംസിൻ്റെ റാങ്ക് ഫയൽ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും റെക്കമെൻഡഡ്. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.